ഹലോ കൂട്ടുകാരെ, ഒരിക്കൽ ഒരു ചേട്ടൻ തൻ്റെ ജീവിതാനുഭവം പങ്കുവെച്ച് കഴിഞ്ഞപ്പോൾ പറഞ്ഞൊരു കാര്യം എന്താണെന്നറിയോ? ഒരു നാളിൽ അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരുപാട് പണമുണ്ടായിരുന്നു. അദ്ദേഹം നന്നായിട്ട് മദ്യപിക്കുന്നൊരു വ്യക്തിയായിരുന്നു. കൂടെ നിൽക്കാനായിട്ട് കൂട്ടുകാരുണ്ടായിരുന്നു. വീട്ടിലെ കാര്യങ്ങൾ സാധിച്ചു കിട്ടാനായിട്ട് ഭാര്യയും മക്കളുമൊക്കെ ഉണ്ടായിരുന്നു. ഒരു വേള അദ്ദേഹം പുറത്താണ് ജോലി ചെയ്തിരുന്നത്. തിരിച്ചു വരേണ്ട ഒരവസ്ഥ വന്നു. അദ്ദേഹം തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ കയ്യിൽ പണമില്ലാതായി. ബന്ധുക്കളൊക്കെ അകന്നു മാറി. കൂട്ടുകാരൊക്കെ വീട്ടിൽ വരാതായി. അവസാനം അവരുടെ വീട്ടിലുള്ളത് മക്കളും ഭാര്യയും മാത്രമേ ഉള്ളൂ. പക്ഷെ ഒരു വേള മക്കളും അവരെ തഴഞ്ഞു മാറിപ്പോവുകയാണ്. അവസാനം തനിക്ക് പാതിയായ തൻ്റെ ഭാര്യ മാത്രമാണ് അവശേഷിക്കുന്നത്. ഭാര്യ ഉണ്ടെങ്കിലും പലപ്പോഴും കുത്തുവാക്കുകൾ കൊണ്ട് അദ്ദേഹത്തെ നോവിക്കുമായിരുന്നു. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്ന് വെച്ചാൽ, പണമുണ്ടായപ്പോഴും സ്വാധീനമുണ്ടായപ്പോഴും എന്നെ ചേർത്ത് പിടിക്കാനും എൻ്റെ അടുത്തേക്ക് ഓടി വരാനും ഒരുപാട് പേരുണ്ടായിരുന്നു. ഇന്നെനിക്ക് ആരുമില്ല. ഒരു വേള സ്വന്തം എന്ന് കരുതിയവർ പോലും എന്നെ ഉപേക്ഷിച്ചു പോയി. അതുകൊണ്ട് ഇന്നത്തെ കാലത്ത് ഏറ്റവും നമ്മുടെ കൈപ്പിടിയിൽ വേണ്ടത് പണമാണ്. നമ്മുടെ കയ്യിൽ പണമുണ്ടോ, നമ്മളെ ഉയരങ്ങളിലേക്ക് എത്തിക്കാനും അല്ലെങ്കിൽ നമ്മൾ വലിയവരാണ് എന്ന് മറ്റുള്ളവരുടെ മുൻപിൽ പ്രകടിപ്പിച്ച് കാണിക്കാനായിട്ടും ഈ പണത്തിന് സാധിക്കും. എന്നാൽ ആ ചേട്ടൻ്റെ വേദനയോടുള്ള കുറേ കാര്യങ്ങൾ ഇങ്ങനെ സംസാരിച്ച് പറഞ്ഞൊരു കാര്യമാണ്. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്നവരോട് എനിക്ക് പറയാനുള്ളത്, ആ ചേട്ടൻ്റെ ജീവിതത്തിൻ്റെ ഒരു ജീവിതത്തെ താരതമ്യം ചെയ്തിട്ടാണ് ചേട്ടൻ പറഞ്ഞത്. പക്ഷേ എനിക്ക് പറയാനുള്ളത്, ഈ പണവും നമുക്കൊന്നുമല്ലാതെ ആകുന്ന സന്ദർഭങ്ങൾ പലരുടെയും ജീവിതത്തിലുണ്ട്. പണമുണ്ടായിട്ടും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ കിടക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട്. ആയതിനാൽ നമ്മുടെ കൂടെ ആരും ഉണ്ടാകില്ല. അത് നമ്മൾ തനിച്ചാണ് എന്നും ജീവിക്കേണ്ടി വരിക. അല്ലെങ്കിൽ നമ്മൾ തനിച്ച് ജനിച്ചു, തനിയെ തന്നെ മടങ്ങാം. ഈ ജീവിതത്തിൽ എത്ര വർഷം നമ്മൾ ജീവിക്കും എന്നറിയില്ല. എങ്കിലും ആ ജീവിതത്തിലും പലപ്പോഴും നമ്മൾ തനിച്ചാണ് എന്നുള്ള ഒരു ഓർമ്മ അതെല്ലാവരുടെ മനസ്സിലും ഉണ്ടാകണം. ചില അപ്പനും അമ്മയൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട്, ഞാൻ ഒരുപാട് അധ്വാനിച്ചതാണ്, ഞാൻ എൻ്റെ മക്കളെ നല്ല നിലയിലാക്കിയിട്ടുണ്ട്, അവസാനത്തിൽ അവരെന്നെ കാക്കാൻ അല്ലെങ്കിൽ അവരെന്നെ വഴി നടത്താനായിട്ട് എൻ്റെ കൂടെ ഉണ്ടാകും എന്ന് പറയാറുണ്ട്. ശുദ്ധ അസംബന്ധം തന്നെയാണെന്ന് ഞാൻ പറയും. 100ൽ ഒരു 20% പേർക്ക് അങ്ങനെ ലഭിച്ചാൽ ഭാഗ്യം. അല്ലാത്തതൊക്കെ ഇങ്ങനെ തന്നെയൊക്കെയാണ്. കാരണം പണവും പദവിയും ആരോഗ്യവുമൊക്കെ ഉള്ളപ്പോൾ കൂടെ കൂടാനായിട്ട് ഒരുപാട് പേരുണ്ട്. അതില്ലാതാകുമ്പോൾ ആരും ഉണ്ടാകില്ല. നമ്മളൊന്ന് തിരക്കി വരാനായിട്ട് പോലും ആരുണ്ടാവില്ല. അതാണ് യാഥാർത്ഥ്യം, അതാണ് സത്യം. താങ്ക് യു.